Hello friends, this is Suleiman here and welcome to new video. So guys, നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഒക്കെ ഇടാറുണ്ട്. എന്നാൽ ഈ സ്റ്റോറീസ്, അതായത് നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുന്നതിൽ ഒരുപാട് ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു 3 ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കാണിച്ചു തരാൻ പോകുന്നത്. സോ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും നോക്കുക. സോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഏതാണ് ആ 3 ട്രിക്ക് എന്ന് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ട്രിക്ക് നോക്കാം. ശരിക്കും ഇത് ട്രിക്കല്ല, നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ അറിയാത്തൊരു കാര്യമാണ്. എന്നാലും സാരല്ല, നമുക്ക് ജസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ പോകാം. സോ ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിന് കളർ ഗ്രേഡ് എഫക്റ്റ് കൊടുക്കുന്ന ഒരു ട്രിക്കാണ്. സോ ഇത് കുറച്ച് പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. സോ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ഫോട്ടോ എടുക്കുക. ഇപ്പം ഇവിടെ കളർഫുൾ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് എല്ലാം സെലക്ട് ചെയ്യുക, ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് കളറിൻ്റെ അടുക്കുന്ന ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മാത്രം മതി. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ടെക്സ്റ്റിനെ ഫുള്ള് സെലക്ട് ചെയ്യുക, എന്നിട്ട് കളർ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാന്ന് വേണ്ടത്. സോ ഇത് ചെയ്യുമ്പോൾ കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്, എന്നാലും എല്ലാവർക്കും ചെയ്യാനും പറ്റും. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രേഡിൻ്റെ എഫക്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ആക്കിയാൽ മാത്രം മതി. ഓക്കെ, ഞാനിവിടെ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് കളർഫുൾ എന്ന് പറഞ്ഞിട്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് സ്റ്റോറീസിൽ ഒരു ഫോട്ടോ കൊളാജ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ഇനി നമുക്ക് ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ ഫോട്ടോ കൊളാജ് കൊടുക്കാൻ പറ്റുന്നതാണ്. സോ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാനിപ്പം ഡാർക്കായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുത്തിട്ടാണുള്ളത്. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോസ് പോകുക. ഫോട്ടോസ് ഇഷ്ടമുള്ളൊരു ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം കോപ്പി ചെയ്ത ഉടനെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവാം. അപ്പോൾ അവിടെ ആഡ് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടൊരു പോപ്പപ്പ് നോട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങൾക്ക് ഫോട്ടോസ് അവിടെ കളക്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 ഫോട്ടോസ് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് അതിലേക്ക് കോപ്പി. ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് സ്റ്റോറീസിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളെല്ലാവരും നമ്മുടെ ബർത്ത്ഡേൻ്റെത് നമ്മുടെ സ്റ്റോറീസൊക്കെ വെക്കാറുണ്ട്. അപ്പം ഒരുപാട് വിഷസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറീസ്, അതായത് 1 by 1 ആയിട്ടാണ് സ്റ്റോറീസ് കൊടുക്കാറ്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതിലൊന്ന് ജസ്റ്റ് കോപ്പി, സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് കോപ്പി ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ജസ്റ്റ് ഫോട്ടോസ് കോപ്പി ചെയ്താൽ മാത്രം മതി. കോപ്പി ചെയ്ത ഉടനെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരാം. അപ്പോൾ അവിടെ ആഡ് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫോട്ടോസ് എല്ലാം അവിടെ വരുന്നതാണ്. സോ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് ഷെയർ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ സ്റ്റോറി കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു കളർഫുൾ ആയിട്ടുള്ള സ്റ്റോറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. സോ അതിനായിട്ട് നിങ്ങൾ സ്റ്റോറീസ് പോവുക. സ്റ്റോറീസ് പോയതിന് ശേഷം ഏതെങ്കിലും ഒരു ഫോട്ടോസ് എടുക്കാം. ഇപ്പോൾ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഫോട്ടോ എടുക്കുന്നത്, ഏത് ഇതായാലും പ്രശ്നമില്ല, ഫോട്ടോ ആയാലും പ്രശ്നമില്ല. അതിനുശേഷം നിങ്ങൾ ഗിഫ്റ്റ്, അതായത് ജിഫ് എടുക്കുക. ജിഫ് എടുത്തതിന് ശേഷം അതായത് കളർ മാറിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇത് കുറേ കളർ മാറുന്നൊരു ഗിഫാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഫുള്ള് സൂം ചെയ്യുക, ഫുള്ള് സ്ക്രീൻ ഫുള്ളായിട്ട് സൂം ചെയ്യുക. അപ്പം നമ്മുടെ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് കളർ മാറുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഗിഫ്റ്റ്, അതായത് ആ സ്റ്റോറി സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അത് ഡിസ്കാർഡ് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് അടുത്ത ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ആ സേവ് ചെയ്തത് നേരെ എടുക്കുക ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലേക്ക്. സോ ഇവിടെ ടോപ്പിൽ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ,
അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കളർ എടുക്കാം, ബ്രഷ് ടൂൾ എടുക്കാം. ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ബ്ലാക്ക് കളറായിട്ട് മാറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇറേസർ എടുത്ത് നിങ്ങൾക്ക് അവിടെ എന്തും വരക്കാവുന്നതാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു വര വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അവിടെ ഫുൾ കളർഫുൾ ആകുന്നത്, അതായത് കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഇമോജി വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റിൽ ജസ്റ്റ് നിങ്ങൾ കളർഫുൾ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ മാക്സിമം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 3 ട്രിക്കിൽ ഏതെങ്കിലും ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ പുതിയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. സോ ദിസ് ഈസ് സുലൈമാൻ സൈനിങ് ഓഫ്. സ്റ്റേ കണക്റ്റഡ്, കീപ് അപ്ഡേറ്റഡ്. ബൈ.